Hey guys, I'm Aishwarya and welcome back to my YouTube channel. അപ്പോൾ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളതിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്ന് അറിയില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫോണിൽ തന്നെ സിമ്പിളായിട്ട് ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ വരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡിയോ യൂട്യൂബ് കോം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതിൽ നമ്മൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയാണോ ഇവിടെ ഓപ്പൺ ആയിക്കണം, ചിലപ്പോൾ നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാവും ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലുള്ള നമ്മുടെ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സ്വിച്ച് അക്കൗണ്ട് വരും. അത് അമർത്തിയിട്ട് നമുക്ക് നമ്മുടെ ഏത് അക്കൗണ്ടാണെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ താഴത്തേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ജനറൽ എന്നുള്ളടത്ത് $US തന്നെയാണോ ആയി കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ കറൻസി വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രിയിലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇവിടെ $US തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ $US തന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജനറലിൻ്റെ അടിയിൽ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാം. അവിടെ കൺട്രി എന്നുള്ളടത്ത് നമ്മൾ ഇന്ത്യ തന്നെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. കുറേ പേരുടെ അപ്പോൾ അവിടെ ഏതാണ് കൺട്രി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്നുള്ള കൺട്രി തന്നെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മുടെ കീവേഡ്സ് എന്നുള്ളടത്ത് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കീവേഡ്സും നമ്മൾ കൊടുക്കുക. നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കീവേഡ്സും കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചാനലിന്റെ പേര് അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സും കൂടി അതിൽ കൊടുക്കുക. ഇതുവഴിയാണ് നമ്മുടെ യൂട്യൂബ് നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ്, നമ്മുടെ ഓഡിയൻസ് എങ്ങനത്തെയാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കീവേഡ്സ് തന്നെ അവിടെ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ബ്യൂട്ടി വ്ളോഗർ ആണെങ്കിൽ നിങ്ങളുടെ കീവേഡായിട്ട് കൊടുക്കുന്നത് ബ്യൂട്ടി, ഫാഷൻ, അതുപോലെ സ്കിൻ കെയർ അങ്ങനെയുള്ള എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ളത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഏത് കണ്ടന്റ് ആണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കീവേഡ്സും, പിന്നെ മലയാളമാണെങ്കിൽ മലയാളം വ്ളോഗർ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് കോമൺ ആയിട്ടുള്ള കുറച്ച് കീവേഡ്സും കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് മുകളിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ കാർട്ടൂൺ പോലത്തെ കിഡ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതായത് യെസ് സെറ്റ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള എന്ത് വീഡിയോസ് ചെയ്യുകയാണെങ്കിലും രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. കാരണം കിഡ്സിനുള്ള ചാനലാണെങ്കിൽ അതിന് കമന്റ് ബോക്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടണമെങ്കിലും എല്ലാത്തിനും രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതാണ് നമ്മൾ ബാക്കിയുള്ള എന്ത് കണ്ടന്റ് ചെയ്യുകയാണെങ്കിലും കൊടുക്കേണ്ടത്. അതല്ലാതെ നിങ്ങളിപ്പോൾ കിഡ്സ് ആണ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആരിലേക്കാണ് എത്തേണ്ടത്, കിഡ്സിലേക്കാണോ അതോ വലിയവരിലേക്കാണോ എത്തേണ്ടതെന്ന് അനുസരിച്ചാണ് നമ്മൾ ആ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതല്ലാതെ കുട്ടികളാണ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ കണ്ടന്റ് ആരിലേക്കാണ് എത്തേണ്ടത്, നമ്മളുടെ കണ്ടന്റ് കാണേണ്ട വ്യൂവേഴ്സിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിലും ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ തന്നെയല്ല എനേബിൾ ചെയ്തിട്ടില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഓരോ വേർഡ്സ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കൊളാവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ 3 ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു 3 ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഓൾറെഡി എനേബിൾഡ് ആണ്. നമുക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള ഒരു ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ, അതുപോലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ കൊടുക്കണമെങ്കിലൊക്കെ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം എനേബിൾ ആവണം. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യാന്നുള്ളത് ഓൾറെഡി അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ അപ്ലോഡ് ഡിഫൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ ഓൾറെഡി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടൈറ്റിലിൻ്റെ അവിടെ ഒന്നും പ്രത്യേകിച്ച് അടിച്ചു കൊടുക്കേണ്ട. നമ്മുടെ പേര് വേണമെങ്കിൽ ചാനലിൻ്റെ പേര് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കാം. കാരണം വേറെ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഓരോ ടൈറ്റിലാണല്ലോ ഉണ്ടാവുക. ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് എല്ലാ വീഡിയോൻ്റെ അടിയിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് വല്ല ലിങ്കോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇടുമ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ വരുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇവിടെ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലാംഗ്വേജും അതുപോലെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ്റെ ലാംഗ്വേജും ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ മലയാളത്തിലാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ മലയാളം എന്ന് കൊടുക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക. അതുപോലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമ്മൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സൈഡിൽ കാണാൻ പറ്റും. അവിടെ നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് ചെയ്യണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതായത് കോമഡി ആണോ, എഡ്യൂക്കേഷണൽ ആണോ, ഗെയിമിംഗ് ആണോ, അതല്ല നിങ്ങൾ വ്ളോഗൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പീപ്പിൾ ആൻഡ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ സെറ്റിംഗ്സിൽ പോയി ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ബാനറും ലോഗോയും ഒക്കെ എങ്ങനെയാണ് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഈ സൈഡിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ബാനർ ഇമേജ് എന്നുള്ളടത്ത് ചേഞ്ച് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാനർ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോഗോ എല്ലാം ചേഞ്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ എഴുതി കൊടുക്കാം. അതായത് നമ്മുടെ വല്ല ഇമെയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ എന്ത് കണ്ടന്റ് ആണ് ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് എന്നുള്ളടത്ത് നമുക്ക് അതും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ചാനലിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അത് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സും അതുപോലെ കാര്യങ്ങളും വ്യൂവേഴ്സും ലൈക്സും കമന്റും എല്ലാം നമുക്ക് അതിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയെല്ലാമാണ് യൂട്യൂബിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സിനെയും കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.